السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الخامس അഞ്ചാമത്തെ കുല്ലി നൗആണ്. ഇത് കമാ യുഖാലു പറയപ്പെടാറുള്ളത് പോലെ ഈ നൗഇനെ അലാമാ ദക്കർനാഹു മുമ്പ് നമ്മൾ പറഞ്ഞതായ ഒന്നിന്റെ മേലിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ശേഷം വിശദീകരണം വരും ചെയ്യുന്നുണ്ട്. വയുഖാലു ലഹു അപ്രകാരം തന്നെ ആ നൗഇനിക്ക് പേര് പറയപ്പെടും അന്നൗഉൽ ഹഖീഖിയു ഹഖീഖിയായ നൗഇ എന്ന് എന്ത് ചെയ്യും പേര് പറയപ്പെടും. അപ്പൊ ഹഖീഖിയായ നൗ എന്ന് പറഞ്ഞാൽ എന്താണ്? മാവുവിന്റെ ജവാബിൽ ഹഖീഖത്തൊത്ത പലതിന്റെ മേൽ പറയാൻ പറ്റുന്ന ഒരു കുല്ലി. വകദാലിക അപ്രകാരം തന്നെ യുഖാലു പറയപ്പെടുന്നതാണ് അലാ കുല്ലി മാഹിയത്തി എല്ലാ മാഹിയത്തിന്റെ മേലും എന്ത് ചെയ്യും പറയപ്പെടും. എങ്ങനത്തെ മാഹിയത്താണ്? യുഖാലു അലൈഹ ആ മാഹിയത്തിന്റെ മേലിലും അലാ ഗൈരിഹ മാഹിയത്തല്ലാത്ത മറ്റൊരു മാഹിയത്തിന്റെ മേലിലും പറയപ്പെടും. എന്തിന്? അൽ ജിൻസു ജിൻസിന്. എവിടെ പറയപ്പെടും? ഫി ജവാബി മാഹുവന്റെ ജവാബി. അവന്റെ മാഹുവന്റെ ജവാബിൽ ഒരു മായത്തിന്റെ മേലും ആ മായത്തല്ലാത്ത വേറൊരു മായത്തിന്റെ മേലും ജിൻസ് പറയപ്പെടുന്നതായ അതായത് ജിൻസിന് എന്ത് ചെയ്യും പറയപ്പെടും. അങ്ങനത്തെ ഒരു മാഹിയത്ത് അതിനെ എങ്ങനെയാണ് പറയപ്പെടേണ്ടത്? കൗലൻ അവ്വലിയായ രൂപത്തിൽ പറയപ്പെടും. മനസ്സിലായില്ലേ? നീ യുക്കാലിന് അമലി ചെയ്യപ്പെടും, അങ്ങനെയും പറയാം. വയുസമ്മ അപ്പൊ അതിനക്ക് പേര് പറയപ്പെടും ഇളാഫിയായ നൗഇ എന്ന് എന്ത് ചെയ്യും പറയപ്പെടും. അപ്പൊ ഹഖീഖിയായ നൗഇ ഇളാഫിയായ നൗഇ. ഹഖീഖിയായ നൗഇ എന്ന് പറഞ്ഞാൽ അപ്പൊ അവന്റെ ജവാബിൽ ഹഖീഖത്തൊത്ത പദ്ധതികളുടെ മേലിൽ പറയാൻ പറ്റുന്നത്. ഇളാഫിയായ നൗഇ എന്ന ഒരു മായത്തിന്റെ മേലും ആ മായത്തല്ലാത്ത വേറൊരു മായത്തിന്റെ മേലും മാവുവിന്റെ ജവാബിൽ ജിൻസ് എന്ത് ചെയ്യുക പറയപ്പെടാൻ പറ്റുന്നത്. ഇനി അഖൂലു ഞാൻ പറയുന്നു ഈ നൗഇ എന്നുള്ളത് കമാ യുത്ലഖു അതിനെ പറയപ്പെടാറുള്ളത് പോലെ അലാമാ ദക്കർനാഹു നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മേലിൽ പറയപ്പെടാറുള്ളത് പോലെ. ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞത്? ഓഹുവ അത് അൽ മഖൂലു പറയപ്പെടുന്ന അംല് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അലാ ഗദീദീന അധികരിച്ചതായ ഫർദുകളുടെ മേലിൽ മുത്തഫിഖീന ബിൽ ഹഖീഖത്തി ഹഖീഖത്ത് ഒത്തതായ ഈ ജവാബി മാഹുവന്റെ ജവാബിൽ. അവ മാഹുവന്റെ ജവാബിൽ ഹഖീഖത്ത് ഒത്തതായ പലതുകളുടെ മേലിൽ പറയപ്പെടാൻ പറ്റുന്ന ഒന്ന്. മനസ്സിലായ? വയുഖാലു അപ്പൊ അതിനക്ക് പേര് പറയപ്പെടുന്നതാണ് ഹഖീഖിയായ നൗഇ എന്ന് പേര് പറയപ്പെടും. മനസ്സിലായില്ലേ? അൽ ഇൻസാനു വൽ ഫറസു മാഹുമാ നമ്മളെന്താ പറയാ? ഹൈവാൻ എന്ന് പറയും. അതാണ് മാഹുവന്റെ ജവാബിൽ ഹഖീഖത്തൊത്ത പലതിന്റെ മേലിൽ പറയാൻ പറ്റുന്നതായ ഒന്ന്. അതിനൊക്കെ എന്തെന്ന് പറയും? ഹഖീഖിയായ നൗഇ എന്നെന്ത് ചെയ്യും പറയപ്പെടും. മനസ്സിലായ? അപ്പം പിന്നെ ഒരു മാവുവിന്റെ ജവാബ് ഹഖീഖത്തൊത്ത പദത്തിന്റെ മേൽ ശരിയാണ്. അങ്ങനെ ഞാനാ പറഞ്ഞ ഉദാഹരണം ശരിയല്ല കേട്ടോ. അതായത് ഹഖീഖത്ത് ഒത്തത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉദാഹരണം പറയാം. പിന്നെ സൈദുൻ വ ഫറസുൻ മാഹുമാ സൈദും വ അമ്രുൻ മാഹുമാ. സൈദും അമ്രും ഏതാണ്? അപ്പൊ നമ്മൾ എന്ത് പറയും? ഇൻസാനാണെന്ന് പറയും.
ഇൻസാനാണെന്ന് പറയും. അതാണ്. അപ്പൊ അന്ന നൗഇയ്യത്തുഹു, തീർച്ചയായിട്ടും ഈ ഹഖീഖിയ നൗ ആവുക എന്നുള്ളത് ഇന്നമാഹിയ, തീർച്ചയായും അത് ബിന്നദിരി, നോക്കൽ കൊണ്ടാണ്, ഇലാ ഹഖീഖത്തിൽ വാഹിദത്തി, ഇലാ ഹഖീഖത്തിൽ വാഹിദത്തി, ഇലാ ഹഖീഖത്തിൽ വാഹിദത്തി, ഇലൽ ഹഖീഖത്തിൽ വാഹിദത്തി ആയിരിക്കാനാണ് അവിടെ സാധ്യത. അല്ലെങ്കിൽ ഇലാ ഹഖീഖത്തിൻ വാഹിദത്തിന് ആവണം ഇബാറത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്തിട്ട് പിന്നെ പറയാം. ഇലാ ഹഖീഖത്തിൽ വാഹിദത്തിന് ഈ കിതാബിലുള്ളത് ശരിയാവാൻ സാധ്യതയില്ല. ഇലാ ഹഖീഖത്തിൻ വാഹിദത്തിനോ ഇലൽ ഹഖീഖത്തിൽ വാഹിദത്തിനോ ആവണം. വാഹിദായ ഹഖീഖത്തിലേക്ക് ചേർത്തി നോക്കൽക്കുണ്ട്. എങ്ങനത്തെ വാഹിദായ ഹഖീഖത്താണൽ ഹാസിലത്തി, കരസ്ഥമാകുന്ന ഫി അഫ്രാദിഹി, അതിന്റെ ഫർദുകളിൽ. ഉദാഹരണം പറയാ, ഇപ്പൊ ഇൻസാനെ പറ്റി നമ്മൾ എന്ത് പറയും? ഹഖീഖിയായ നൗ എന്ന് പറയും. ഇൻസാനെ പറ്റി നമ്മൾ ഹഖീഖിയായ നൗ എന്ന് പറയും. കാരണം ഇൻസാന് ഹഖീഖിയായ നൗ ആകുന്നത് ഏതടിസ്ഥാനത്തിലാണ്? അതിന്റെ ഒരൊറ്റ ഹഖീഖത്തിലേക്ക് നോക്കിയിട്ടാണ്. ഒറ്റ ഹഖീഖത്ത് എന്ന് പറയുന്നത്, അതായത് ഒറ്റ ഹഖീഖത്ത് ഹൈവാനാത്തിക്ക്, അതെവിടെ അതിന്റെ ഫർദുകളിൽ. ഇപ്പൊ ഇൻസാന്റെ ഫർദുകളാണ് പൊക്കൽ, മുഹമ്മദ്, മമ്മത്ത്, ഖാദിർ, ഈ പറയപ്പെട്ടവരൊക്കെ, അതൊക്കെ ഒരൊറ്റ ഹഖീഖത്തിന്റെ തരത്തിലുള്ളതാണ്. മനസ്സിലായ? എങ്കിൽ കദാലിക, അപ്രകാരം തന്നെ ഇത്ലഖു, ഈ പറയപ്പെട്ടതായ ഹഖീഖിയായ നൗഇനെ പറയപ്പെടും. ഇതിപ്പോൾ ഹഖീഖിയായ നൗഇന് ഉദാഹരണം. ഇനി ഈ നൗഇനിക്ക് പറയപ്പെടുന്നതാണ്. ഈ നൗഇനിക്ക് എന്ത് ചെയ്യും? പറയപ്പെടും. എങ്ങനെയാണ് പറയപ്പെടുക? അലാ കുല്ലി മാഹിയത്തിൻ, എല്ലാ ഓരോ മാഹിയത്തിന്റെ മേലിലും. എങ്ങനത്തെ മാഹിയത്ത്? യുക്കാലു അലിയ, മാഹിയത്തിന്റെ മേലിലും, വാലാ ഗൈരിയ, മാഹിയത്ത് അല്ലാത്തതിന്റെ മേലിലും, അൽ ജിൻസു, ജിൻസിന് എന്ത് ചെയ്യും? പറയപ്പെടും. അതെവിടെ? ഫി ജവാബി മാവുക, മാവുവന്റെ ജവാബി. അതിനെങ്ങനെ? അവലിയായ കൗലൻ അവലിയായ ഹംദിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം പറഞ്ഞ മനസ്സിലായില്ല? അവ ചുരുക്കി പറഞ്ഞപ്പോ എന്താണ്? ഹഖീഖിയായ നൗ ആകുന്നത് ഏതാണ്? ഒരൊറ്റ ഹഖീഖത്തിലേക്ക് നോക്കിയിട്ട്, അഫ്രാദുകളിലുള്ള ഒരൊറ്റ ഹഖീഖത്തിലേക്ക് നോക്കിയിട്ടാണ്. ഇപ്പൊ സെയ്ദായാലും പോക്കരായാലും അമ്രായാലും ഇതിലൊക്കെ ആയാലും ഒരൊറ്റ ഹഖീഖത്തല്ലേ ഉള്ളൂ. അതേപോലെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വേറെ നൗണ്ട്, എനിക്ക് എന്ത് പറയാ? ഒരു മായത്തും ആ മായത്തല്ലാത്ത വേറെ മായത്തിന്റെ അൽ ഇൻസാനു വൽ ഫറസു മാഹുമാന്ന് വെച്ച്. അൽ ഇൻസാനു വൽ ഫറസു മാഹുമാ. അപ്പൊ എന്താ പറയാ? ഹൈവാൻ എന്ന് വരും. അപ്പൊ ഈ ഹൈവാനെ പറ്റി ഇളാഫിയ നൗ എന്ന് വരും. ഈ ജവാബി മാഹുവ ബിലാവാസിയത്തിന്. ഉദാഹരണം, കൽ ഇൻസാനി, ഇൻസാന് എന്നുള്ളത് പോലെ, ബിൽ ഖിയാസി, ചേർത്തി നോക്കൽ കൊണ്ട്, ഇല്ല ഹൈവാനിലേക്ക്. കാരണം ഇൻസാന്റെയും ഫറസിന്റെയും മേലിൽ ഹൈവാൻ പറയപ്പെടും. ഫൈനഹു, തീർച്ചയായിട്ടും ഇൻസാന് അത് മാഹിയത്താണ്. യുക്കാദു വഴി ആ മാഹിയത്തിന്റെ മേൽ ഹംദ് ചെയ്യപ്പെടും. വാലാ ഗൈരി, ആ മാഹിയത്തല്ലാത്ത വേറൊരു മാഹിയത്ത്. ആ മാഹിയത്ത് ഏതുപോലെ? കൽ ഫറസ്, ഫറസിനെ പോലെ. എന്തിനെ പറയപ്പെടും? അൽ ജിൻസു, ജിൻസിനെ പറയപ്പെടും. ഏതാ കുട്ടിയെ ജിൻസ്? ഓ വല്ല അയവാനു, അതേതാണ്? അയവാന. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ഇളാഫിയായ നൗവും ഹഖീഖിയായ നൗവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇതാക്കില പറയപ്പെട്ടാൽ മൽ ഇൻസാനു വൽ ഫറസു, മനസ്സിലായില്ലേ? മൽ ഇൻസാനു വൽ ഫറസു, ആരാണ് ഇൻസാനും ഫറസും? ജവാബ്, അപ്പൊ മറുപടി എന്താ പറയാ? അന്നഹു ഹയവാനുൻ, അതേതാണ്? ഹയവാനാണ്. വലിഹാദൻ മാന, ഈ മാനയെ സംബന്ധിച്ചാണ് ഇസമ്മ പറയപ്പെടുന്നത് നൗ അൻ ഇളാഫിയായ നൗ. എന്താ ഇളാഫിയ നൗ എന്ന് പറയാനുള്ള കാരണം? ലിഅന്ന നൗഇയ്യതഹു, തീർച്ചയായും അത് നൗ ആവുക എന്നുള്ളത് ബിൽ ഇളാഫത്തി, ചേർത്തി നോക്കൽ കൊണ്ടാണ്. എങ്ങോട്ട് ചേർത്തി നോക്കുക?
ഇലാമാ ഫൗക്കഹു അതിന്റെ മേലെയുള്ള ഒന്നിലേക്ക് എന്ത് ചെയ്യുക, ചേർത്ത് നോക്കും. മേലെയുള്ള ഒന്നിലേക്ക് എന്ത് ചെയ്യും, അത് ചേർത്ത് നോക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ ഇൻസാന്റെ മേലുള്ളതാണ് ഏത്, ഹയവാന്. അതുപോലെ തന്നെ പിന്നെ ഫറസിന്റെ മേലുള്ളതാണ് ഹയവാന്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ മാഹിയത്തു, അപ്പൊ ഇവിടെയുള്ള മാഹിയത്ത് ഇത് നമ്മൾ പറഞ്ഞില്ലേ, കുല്ലു മാഹിയത്തിന് യുക്കാലു വലിയ അൽ ജിൻസു ബി ജവാബി മാവുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ മാഹിയത്ത് എന്ന് പറഞ്ഞതായ ലഫ്ള് അത് മുനസ്സലത്തുൻ അതിനെ കൊണ്ടുവരപ്പെടുന്നതാണ്. ബി മൻസിലത്തിൽ ജിൻസി ജിൻസിന്റെ സ്ഥാനത്ത്. കാരണം ഒരു ഇസ്മിനൊക്കെ തൈരീഫ് പറയുമ്പോൾ ജിൻസും വേണം ഫസലും വേണമല്ലോ, അതാണ്. പക്ഷെ വനാബുദ്ധ എന്നാൽ അത്യാവശ്യമാണ് മിൻ തെർക്കി ലഫ്ലിൽ കുല്ലി, കുല്ലി എന്നുള്ള ലഫ്ലിനെ പറയും. കാരണം കുല്ലിക്ക് അവിടെ ആവശ്യമില്ലല്ലോ. എല്ലാ മാഹിയത്തിന്റെ മേലെന്ന് പറയുമ്പോൾ എല്ലാ മാഹിയത്തും അവിടെ പെട്ടില്ല. പിന്നെ ആർക്കും കുല്ലു മാഹിയത്ത് വരേണ്ട ആവശ്യമുണ്ടോ? ഒരു കുല്ലു മാഹിയത്ത് എന്ന് പറയേണ്ടത് ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അതാ പറയാൻ പോണത്. ഇല്ലാ ബുദ്ധ അത്യാവശ്യമാണ് മിൻ തെർക്കി ലഫ്ലിൽ കുല്ലി, കുല്ലി എന്നുള്ള ലഫ്ലിനെ പിന്നെ ഒഴിവാക്ക്, ഉപേക്ഷിക്ക്. കാരണം എന്താണ്? ഈ സമയത്ത് കേട്ടില്ലേ, ഈ മബയത്തിൽ ജുസിയിൽ ഇലാഫിയ ജുസീന്റെ മബയത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മിൻ അന്നൽ കുല്ലലിൽ അഫ്രാദിയിൽ പറയില്ലേ, കുല്ലി എന്നുള്ളത് അഫ്രാദിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. തഹരീഫിൽ അഫ്രാദി, അഫ്രാദിനക്ക് തഹരീഫ് അറിയാലോ, കണ്ടോ അവിടെ അഫ്രാദിനക്ക് തഹരീഫ് പറയാൻ പാടില്ല. എന്താ കുല്ലിട്ട് വരുമ്പോ അഫ്രാദിലേക്കാണ് വരുന്നത്, അതാണ്. അപ്പൊ ഇനി വേറെ ചോദ്യം, ഇനി എന്താ ചോദ്യം? ദിക്റുൽ കുല്ലിക്ക്, എന്തിനാ ഈ കുല്ലീനെ പറഞ്ഞത്? കുല്ലീനെ പറഞ്ഞല്ലോ, ഫൽമാഹിയത്തു മുനസ്സലത്തുൻ എങ്കിൽ ഫൽമാഹിയത്തു മൻസിലത്തിൽ ജിൻസി. അവിടെ രണ്ട് മൻസിലത്തുണ്ട്. രണ്ട് മൻസിലത്ത് വേണോന്നുള്ള അഭിപ്രായം എനിക്ക് അവിടെ ഉണ്ട്. അപ്പൊ രണ്ട് ഇസ്കാലായി. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. വലാബുദ്ധ അപ്പൊ അത്യാവശ്യമാകുന്നതാണ് മിൻ തെർക്കി ലഫ്ലിൽ കുല്ലിയ, വായിച്ചതല്ലേ. എന്നാ ദിക്റുൽ കുല്ലി, ഏത് സ്ഥിതിയിൽ കുല്ലീനെ പറയാ എന്നുള്ളത് അതും ജായിസല്ല. ലാ യജൂസു ജായിസല്ല വദിക്റുൽ കുല്ലി. അതേപോലെ കുല്ലീനെ പറയും ജായിസല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ലാബുദ്ധ മിൻ തർക്കി ലഫ്ലിൽ കുല്ലി ലിമാ സമയത്ത് അമിൻ അന്നൽ കുല്ലലിൽ അഫ്രാദി വതഅരീഫിൽ അഫ്രാദി ലാ യജൂസു. മനസ്സിലായ? വദിക്റുൽ കുല്ലി, കുല്ലീനെ പറയാം. കുല്ലീൻ അങ്ങനെ, ഇതിപ്പോ ഈ നൗഇ എന്നുള്ളത് കുല്ലീന്റെ ജുസുക്കളായിട്ടാണല്ലോ, അതിന്റെ ഫർദുകളായിട്ട് നമ്മൾ ഇത്തിബാർ ചെയ്യുന്നത്. ആ കുല്ലീനെ പറയല്. കാരണം അന്നഹു തീർച്ചയായിട്ടും ഈ കുല്ലിയെ ജിൻസുൽ കുല്ലിയാത്തി, കുല്ലിയാത്തുകൾക്കുള്ള ജിൻസാണ്. കുല്ലിയാത്തുകൾക്കുള്ള ജിൻസാണ് ഏത്? കുല്ലി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ചർച്ച ചെയ്യണം. എന്താണ് ഈ കുല്ല് അതുപോലെ തന്നെ കുല്ലി തമ്മിൽ ചില ഫർക്കുകളുണ്ട്. മനസ്സിലായ? ആ ഫർക്കുകൾ സ്വാഭാവികമായിട്ടും നമുക്കറിയേണ്ട ഒരു വിഷയമാണ്. അത് ഞാൻ ചെറുതാക്കി പറഞ്ഞുതരാം. അതായത് കുല്ലി എന്ന് പറഞ്ഞാൽ അൽ മജ്മൂഉൽ ലദീ ലാ യബ്ഖാ ബഅദഹു ഫർദുൻ. കണ്ടില്ലേ? കുല്ല് എന്ന് പറഞ്ഞാൽ അൽ മജ്മൂഉൽ ലദീ ലാ യബ്ഖാ ബഅദഹു ഫർദ്.
പിന്നെ ഈ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു വസ്തു. മനസ്സിലായില്ലേ? അതിനങ്ങോട്ട് അതിന്റെ ശേഷം വേറൊരു ഫർദ് അവിടെ എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല. ഇപ്പൊ ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. പിന്നെ അശറത്തിനോട് കൂടെ ഹംസത്ത് എന്ന് പറയാം. ഈ ഹംസത്തും അശറത്തും ഒക്കെ കൂടിയതായിട്ടാണല്ലോ ഏതുള്ളത്, ഈ ഹംസത്ത് എന്നുള്ളത് അശറത്തിനോട് കൂടെ അല്ലേ. അപ്പൊ ഈ അശറത്ത് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവില്ല, ഈ ഹംസത്ത് എന്നുള്ളതിനെ ബാക്കിയാക്കി നിൽക്കുന്ന പോലെ ഉണ്ടാവില്ല. അതൊക്കെ ഈ അശറത്ത് എന്നുള്ളതിൽ ഉൾക്കൊണ്ടില്ല. 1, 2, 3, 4 ഉൾക്കൊള്ളുന്നതായ ഒന്ന്, അതാണ് ഏത്, ഈ അശറത്ത്. അത് മജ്മു അവിടെ ഉദ്ദേശം. അപ്പൊ അത് കുല്ലി എന്നെന്ത് ചെയ്യ, അതിനെപ്പറ്റി കുല്ലി എന്ന് പറയും. എന്നാല് കുല്ലി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വിഷയം? കുല്ലി എന്ന് പറഞ്ഞാൽ കുല്ലിന മജ്മു ഒക്കെ കൂടിയ മജ്മുഇന്. കുല്ലി എന്ന് പറഞ്ഞാൽ അല്ലദി യസ്തരികു ഫി മഫ്ഹൂമി കസീറൂന, മഫ്ഹൂമിൽ അധികരിച്ചത് കൂറാവുന്നതായ ഒന്ന് കുല്ലി. ഇനി വേറെ മാന പറയാം. എങ്ങനെ? അത് ഖദറുൽ മുസ്തറഖു ബൈന ജമീഇൽ അഫ്റാദ്, എല്ലാ അഫ്രാദിന്റെ ഇടയിലുമുള്ള ഒരു മുസ്തറക്കായ ഖദർ. ഇപ്പൊ ഏതുപോലെ ഹയവാനി എന്നുള്ള മഫ്ഹൂം അതിന്റെ നൗകളിലേക്ക് ചേർക്കുമ്പോൾ ഇപ്പൊ ഇൻസാന്, ഫറസ്, അതുപോലെ ഫീല്, ഇതുപോലത്തെ ജീവികൾ, ഇതിൽ ഹയവാന്റെ മഫ്ഹൂം ഉണ്ടല്ലോ. ജിസ്മുന്നാമി, ഹസാസ് എന്നുള്ളതായ ഒരു മഫ്ഹൂം ഈ പറയപ്പെട്ട നൗകളിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇൻസാൻ ആയാലുണ്ട്, അതുപോലെ തന്നെ ഫറസ് ആയാലുണ്ട്, എല്ലാറ്റിലും ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ കുല്ലി എന്ന്. അപ്പൊ കുല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്ഹൂമിലേക്ക് നോക്കുമ്പം പലതുകൾ ഒരുമിച്ച് കൂടുന്നതായ ഒന്ന്, അതിനൊക്കെ കുല്ലി എന്ത് ചെയ്യും, പറയപ്പെടും. അപ്പൊ ആ കുല്ലി അവിടെ നമ്മൾ പറഞ്ഞു കണ്ടത് മനസ്സിലായ. ഇനി നമുക്ക് അവിടെ വേറൊന്ന് പറയണ്ടേ, കുല്ലിയത്ത്, ജുസിയ്യത്ത്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുല്ലിയത്ത് എന്ന് പറഞ്ഞാല് അതിലുള്ളതായ ഹുക്മ് ഒരു ഫർദും ബാക്കിയാവാത്ത രൂപത്തിൽ ഓരോന്നിന്റെ മേലും ഹുക്കുമായിട്ട് വരും. അല്ലത്തി യകൂനുൽ ഹുക്മു ഫി അലാ കുല്ലി ഫർദിൻ ബിഹൈസു ലാ യബ്ഖാ ഫർദുൻ. മനസ്സിലായില്ലേ? എനിക്ക് ആ കുല്യത്തെ ഏതൊരു ഉദാഹരണം പറയാം. കുല്ലു റജുലിൻ യശ്ബഹു റഗീഫാനി, ഏത് മനുഷ്യനും അവൻക്ക് 2 റൊട്ടി തിന്നാൽ യശ്ബഹു അവന്റെ വയറെന്ത് ചെയ്യും, നിറയും. അവൻ കുല്ലിയത്ത് എന്താന്ന് വെച്ചാൽ. ഇനി ജുസിയ്യത്ത് എന്ന് പറഞ്ഞാലോ, ജുസിയ്യത്ത് എന്ന് പറഞ്ഞാല് അതായത് പിന്നെ തഈനില്ലാത്ത രൂപത്തിൽ, നിജപ്പെടുത്താത്ത രൂപത്തിൽ പിന്നെ ഒരു ഹഖീഖത്തിന്റെ അഫ്രാദിന്റെ മേൽ ഹുക്മ് ചെയ്യാം. എനിക്ക് ജുസിയ്യത്ത് എന്ന് പറയും. ഇപ്പൊ ബഅദുൽ ഹയവാനി ഇൻസാൻ എന്ന് പറയും. ഉദാഹരണം പറയാണ്, മനസ്സിലായില്ലേ? അതാണ് ജുസിയ്യത്ത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ഈ കുല്ലി എന്നുള്ളത്, അതായത് നൗവിനെ സംബന്ധിച്ച് കുല്ലി എന്ന് പറയുന്നത് അന്നഹു, കാരണം ഈ കുല്ലി എന്ന് പറയുന്നത് അത് ജിൻസുൽ കുല്ലിയാത്തുകളുടെ ജിൻസാണ്. മനസ്സിലായില്ലേ? കുല്ലിയാത്തുകളുടെ ജിൻസാണ് ഏത് കുല്ലി. ഇപ്പൊ ഇൻസാന് കുല്ലിയാണ്, അതിന് കുറെ കുല്ലിയാത്തുകളുണ്ട്. സെയ്ദ്, ഫർസ്, അമ്ര്, ഒരു കുല്ലിയാത്തുകളാണ്. അതോടുകൂടി വലായത്തിമ്മു ഹുദൂദുഹാ ബിദൂനിരിക്കി, ആ കുല്ലിയെ പറയാതെ ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ കുല്ലിയാത്തിന്റെ താരീഫുകൾ, അതിന്റെ ഹദ്ദുകൾ എന്താവൂല, പൂർത്തിയാവൂല. അതിന്റെ ഹദ്ദ് പൂർത്തിയാവണമെങ്കിൽ ഇത് ആവശ്യം. ഇനി വേറെ ചർച്ച. എന്താ ചർച്ച എന്നറിയാം? ഫൈൻ കുൽക്കരി ചോദിച്ചാല് ഞാൻ ചോദിക്കാൻ പോണാവോ? അൽ മാഹിയത്ത് എന്ന് പറഞ്ഞാല്, മാഹിയത്ത് എന്ന് പറഞ്ഞാല് ഈ സൂറത്തുൽ അഖ്ലിയത്തു മിൻ ഷൈഇൻ, ഒരു ഷൈഇൻ നിന്ന്
പിന്നെ അഖില് കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്വരൂപമാണ്. അതിനേക്കാണല്ലോ മാഹിയത്ത് എന്ന് പറയാം. ഇപ്പൊ ഹയവാനാത്തിക്ക്, ഈ ഹയവാനാത്തിക്കുന്ന അഖിലിയായ ഒരു സൂറത്താണ്, അഖില് കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഈ വസ്സൂറത്തുൽ അഖിലിയത്തോ, അഖിലിയായ സൂറത്ത് എന്ന് പറയുന്നത് അത് കുല്ലിയാത്തല്ലേ? കുല്ലിയാത്താണ്. അഖിലിയായ സൂറത്തുകളൊക്കെ കുല്ലിയാത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഹിയത്തിനെ പറയാ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? മാഹിയത്തിനെ പറയാ എന്ന് പറഞ്ഞത് അത് ഐശ്വര്യമാക്കുന്നതാണ്. കുല്ലിയിനെ പറയുന്നതിനെ തൊട്ട്. കുല്ലിയിനെ പറയാന്നില്ല, കുല്ലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അപ്പൊ ദിക്റുൽ കുല്ലി, ഇവിടെ കുല്ലി എന്ന കുല്ലുമാഹിയത്ത് എന്ന് പറഞ്ഞില്ലേ? അവിടെ കുല്ലിനെ പറ്റി പറഞ്ഞില്ല. എന്തിനാ കുല്ലുമാഹിയത്ത് എന്ന് പറഞ്ഞത് എന്നാ? കുല്ലുമാഹിയത്ത് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി? ഇതാണ് അവിടെ ചർച്ച. ദിക്റുൽ കുല്ലി കാരണം എന്താ? ഈ അന്നഹു ജിൻസും ജിൻസുൽ കുല്ലിയാത്തി, കുല്ലിയാത്തിന്റെ ജിൻസാണല്ലോ, കുല്ലിയാത്തിന്റെ ജിൻസാണല്ലോ അത് കുല്ലി, അതായത് കുല്ല്. അതോടുകൂടി വനായത്തിമു ഹുദൂദുവാബിദൂനിരിക്കും. ഈ കുല്ലിയാത്തിന്റെ പിന്നെ തരീഫ് പൂർത്തിയാവണമെങ്കിൽ ഏത് പറയണം? കുല്ലീനെ പറയണം. അത് കഴിഞ്ഞല്ലോ, അതല്ല അവിടെ അല്ലല്ലോ ചർച്ച. നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഇവിടെ ഇപ്പൊ മനസ്സിലായി. ഈ മായ്യത്ത് എന്ന് പറഞ്ഞ അഖിലിയായ സൂറത്താണ് അവളെ ചർച്ച. ഈ മായ്യത്ത് എന്ന് പറഞ്ഞ അഖിലിയായ ഒരു സൂറത്താണ്, ഒരു ഷെയ്യുന്നുള്ളത്. ഈ അഖിലിയായ സൂറത്തുകൾ മുഴുവനും കുല്ലിയാത്താണ്. അതുകൊണ്ട് തന്നെ പതിക്കറുവായി കുല്ലിയത്തിനെ, ഈ മായ്യത്തിനെ പറയാ എന്നുള്ളത് യുവനിയാൻ ദിക്രിൽ കുല്ലു എന്നുള്ളതിനെ പറയുന്നതിനെ തൊട്ട് എന്താണത്? ഐശ്വര്യമാണ്. അവിടെ കുല്ലു മായ്യത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല, മായ്യത്ത് എന്ന് പറഞ്ഞാൽ മതി. മായ്യത്ത് എന്നുള്ളത് തന്നെ ഏതാണ്? കുല്ലിയാത്താണല്ലോ. പറഞ്ഞ് മനസ്സിലായ? അതായത് മാഹിയത്ത് എന്ന് പറഞ്ഞാൽ അഖിലിയായ സൂറത്താണ്. അഖിലിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ കുല്ലിയാത്തുകളാണ്. അപ്പൊ ഈ മാഹിയത്തിനെ പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് തന്നെ അവിടെ ഇനി ഏത് പറയേണ്ട ആവശ്യമില്ല? കുല്ലീനെ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായ? അപ്പൊ നമ്മൾ അതിന് മറുപടി പറയും. അൽ മാഹിയത്തു, മാഹിയത്ത് എന്ന് പറയുന്നത് ലൈസ മഫ്ഹൂമുഹ, അതിന്റെ മഫ്ഹൂമ് അല്ല. മഫ്ഹൂമുൽ കുല്ലി, കുല്ലിയിന്റെ മഫ്ഹൂമല്ല. എന്തല്ല? കുല്ലിയിന്റെ മഫ്ഹൂമല്ല. ഏത്? മാഹിയത്തിന്റെ മഫ്ഹൂം. അത് മനസ്സിലായില്ലേ? മാഹിയത്ത് എന്ന് പറഞ്ഞാൽ ലൈസ മഫ്ഹൂമുഹ, അതിന്റെ മഫ്ഹൂമല്ല, കുല്ലിയിന്റെ മഫ്ഹൂമല്ല. കുല്ലിന്റെ മഫ്ഹൂം ഒന്ന് വേറെ, മാഹിയത്തിന്റെ മഫ്ഹൂം ഒന്ന് വേറെ. അത് രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? കുല്ലിന്റെ മഫ്ഹൂം നമ്മൾ പറഞ്ഞില്ലേ? അതെ. ഇപ്പൊ നമ്മൾ പറയൽ മാഹിയത്തോ ലൈസ മഫ്ഹൂമുഹ മഫ്ഹൂമുൽ കുല്ലിയത്ത്. എന്നിരുന്നാലും ഗായത്തു മാഫിൽ ബാബി, ഈ വിശ്ബാബിലുള്ളതായ ഗായത്ത് എന്താണ്? അന്നഹു, തീർച്ചയായിട്ടും ഈ അതായത് മാഹിയത്ത് എന്ന് പറയുന്നത് അതിന്റെ മഫ്ഹൂം കുല്ലിയിന്റെ മഫ്ഹൂമല്ല. ചുരുക്കി പറഞ്ഞപ്പോ എങ്ങനെ? ഇന്നഹു മിൻ ലവാസിമിഹ, അത് മാഹിയത്തിന്റെ ലവാസിമിൽ പെട്ടതാണ്.
ഏത് കുല്ലി എന്നുള്ളത് മാഹിയത്തിന്റെ ലാസിമിൽ പെട്ടതാണ് കുല്ലി എന്നുള്ളത്. ഒരു മായത്താവുമ്പോൾ അവിടെ കുല്ലിയായിട്ടാ വരെ മായത്ത്. ഇപ്പൊ ഇൻസാന മായത്ത് ഏതാ ഹൈവാനാത്തിക്കല്ലേ, അത് കുല്ലിയായിട്ടല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ യക്കൂന് മായത്തുൽ കുല്ലി എന്നുള്ളത് അറിയിക്കലാവും. അല്ലെ കുല്ലിന്റെ മേൽ അറിയിക്കലാവും. ദലാലത്തുൽ മൽസൂമി അലൽ ലാസിമി, അതായത് മൽസൂം ലാസിമിന്റെ മേലിൽ എന്ത് ചെയ്യുക, അറിയിക്കുക. മൽസൂം എന്ത് ചെയ്യുക, ലാസിമിന്റെ മേലിൽ എന്ത് ചെയ്യുക, അറിയിക്കുക. മനസ്സിലായില്ലേ? മാഹിയത്ത് കുല്ലിന്റെ മേൽ അറിയിക്കല്, മൽസൂം ലാസിമിന്റെ മേൽ അറിയിക്കലാവും. മനസ്സിലായ? മൽസൂം ഏതാന്ന് നമ്മളിപ്പോ ഈ പറയപ്പെട്ട മാഹിയത്ത്, ആ മാഹിയത്താവുമ്പോൾ ആ മാഹിയത്തിന് നിർബന്ധമായതാണ് കുല്ലിയാകുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്തു, ഒരു മാഹിയത്ത് കുല്ലിന്റെ മേൽ അറിയിച്ചു. അതായത് മൽസൂം ലാസിമിന്റെ മേൽ അറിയിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ മൽസൂം ഏതാണ് മാഹിയത്ത്, ലാസിം ഏതാണ് കുല്ലി. ഇനി അതുകൊണ്ടുള്ള ഉദ്ദേശം ദലാലത്തൽ ഇൽതിസാമിയ ദലാലത്താണുള്ളത് എന്ന്. പക്ഷെ എങ്കിലും ദലാലത്തൽ ഇൽതിസാമിയായ ദലാലത്താവുന്നത് മഹ്ജൂറത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈ തഅരീഫാത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആ മായത്തിനെ പറയേണ്ട ആവശ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലായില്ലേ? ലാസിമുകളെ ഒരിക്കലും എന്ത് ചെയ്യൂല, അറിയാ തഅരീഫിൽ കൊണ്ടുവരാൻ പാടില്ല. ലാസിമുകളെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ഏതാ പറഞ്ഞത് നമ്മൾ എന്തെന്ന്, മൽസൂം ലാസിമിന്റെ മേൽ അറിയിക്കലാകും. അത് മഹ്ജൂറത്തും ഒഴിവാക്കപ്പെട്ടതാണ്. മനസ്സിലായ? എന്നാൽ കൗലുഹു മുസന്നിഫിന്റെ കൗല് ഈ ജവാബി മാഹുവന്റെ ജവാബ് എന്ന് പറഞ്ഞത് എന്ന കൗല് യുഖ്രിജുൽ ഫസ്ല വൽ ഖാസത്ത വൽ അർളൽ ആമ്മ, ഈ മൂന്നെണ്ണത്തിനെയും ഒഴിവാക്കും. കാരണം എന്താ, ഫൈനൽ ജിൻസായി ജിൻസ് എന്ന് പറഞ്ഞാല് യായുക്കാലു അലിഹ, അതിന്റെ മേലെ ചുമത്തപ്പെടൂല. വാലാ വൈരിഹ, ഏത് ഫൈനൽ ജിൻസ, തീർച്ചയായിട്ടും ജിൻസ്. ഒരു ഉദാഹരണം പറയാം, ഹയവാന് അത് ജിൻസാണല്ല. ഉദാഹരണം പറയാം, നമ്മള് ഹയവാന് അത് ജിൻസാണ്. ഈ ഹയവാന്റെ മേലിൽ ഹംല ചെയ്യപ്പെടൂല. ഹയവാൻ അല്ലാത്തതിന്റെ മേലും എന്ത് ചെയ്യൂല, ഹയവാന്റെ മേലും ഹംല ചെയ്യപ്പെടൂല. ഹയവാൻ അല്ലാത്ത വൈറ് ഹയവാൻ, ആ വൈറ് ഹയവാന്റെ മേലും ഹംല ചെയ്യപ്പെടുകയില്ല. എന്തിന്? ഈ ജവാബി മാഹുവന്റെ ജവാബിൽ ജിൻസിനൊന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, പറയില്ല. അത് മനസ്സിലായില്ലേ? ഒരു മായത്തിന്റെയും മായത്തല്ലാത്തിന്റെയും മേല് മാഹുവന്റെ ജവാബിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, ജിൻസിനെ പറയപ്പെടുകയില്ല. ഇപ്പൊ ഏതുപോലെ, ഇപ്പൊ ജിൻസിന്റെ ഉദാഹരണമാണ് ഏത്, ഹയവാന് പോലെ. ഈ ഹയവാന് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ലാഹിക്കിന്റെ മേൽ ചുമത്തപ്പെടും, നാത്തിക്കിന്റെ മേൽ ചുമത്തപ്പെടും. പക്ഷെ എങ്കിലും മാഹുവന്റെ ജവാബിലാണ് എന്ന് മാത്രം. ഈ ജവാബി മാഹുവന്റെ ജവാബാണ്. കാരണം എന്താ, ഈ ലായിക്ക് എന്ന് പറഞ്ഞാലും നാത്തിക്ക് എന്ന് പറഞ്ഞാലും അത് തമാമുൽ മുസ്തറക്കിനെ തൊട്ടുള്ള ചോദ്യമാണ്. തമാമുൽ മുസ്തറക്കിനെ തൊട്ടുള്ളതായ ഒരു ചോദ്യമാണ്. എന്നവ അമ്മ തഖീദുൽ അവലി കൂല, അത് തഖീദുൽ കൗലി, കൗലിനിക്ക് എന്ത് ചെയ്തത് അവിടെ നിന്നാണ്.